everyone, welcome back to Salam Learning Anatomies ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് EVSൽ കുറേ ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ആകാശ കാഴ്ചകൾ അല്ലെങ്കിൽ മാർവൽസ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ മൂൺ, ദ സൺ ആൻഡ് ദ എർത്ത് വിൽ ബി ഓൺ ദി സ്ട്രേറ്റ് ലൈൻ ഓൺ ദ ഡേ ഇൻ വിച്ച് ദ illuminated part of the moon can be fully seen. Observe the picture given below. What will be the order of the moon, earth, sun on this day? Write it down. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണുന്ന ദിവസം ചന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയും സൂര്യനും നേർരേഖയിലായിരിക്കും. ഇത്തരം ദിവസങ്ങളിൽ ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിവ ഏത് ക്രമത്തിലായിരിക്കും വരിക? താഴെയുള്ള ചിത്രത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർക്കും. അപ്പൊ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം. ഇതിലെ പേരുകൾ നമുക്കൊന്ന് എഴുതി ചേർക്കണം. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രന്റെ പ്രകാശിത ഭാഗമാണ് അഭിമുഖമായിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ദിവസമായിരിക്കും? അതായത് സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗമാണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുവാണെങ്കിൽ ആ ദിവസത്തെ നമ്മളൊരു പേര് വിളിക്കുമായിരുന്നു. എന്തായിരുന്നു മക്കളെ? ഫുൾ മൂൺ ഡേ. അത് മക്കൾ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ആകാശഗോളങ്ങളുടെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരുന്നു? നമ്മൾ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചായിരുന്നല്ലേ, MES. അതായത് എർത്താണ് സെന്ററിൽ വരുന്നത് അല്ലെ, എർത്താണ് സെന്ററിൽ വരുന്നത്. എർത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ E എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൂണ്, സൺ. അപ്പൊ മൂണിന്റെയും സണ്ണിന്റെയും നടുവിലായിട്ട് എർത്ത് സെന്ററിൽ വരുമ്പോഴാണ് നമുക്ക് ഫുൾ മൂൺ ഡേ കാണുന്നത്. അപ്പൊ ഇവിടെ ആരാണ് സെന്ററിലുള്ളത്? സെന്ററിലുള്ള ആള് നമുക്ക് ആദ്യം എഴുതാം അല്ലെ, എർത്ത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് സണ്ണാണ്, അതുപോലെ ഇത് മൂണാണ്. അപ്പം ഇതിന്റെ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് പിന്നെയും പല പല ട്രിക്കുകൾ ഉപയോഗിക്കാം. കാരണം എന്താ, ഇവിടെ സൈസ് നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും സൈസ് കൂടിയത് ആർക്കാണ്? നമ്മുടെ സണ്ണിനാണ്, പിന്നെയാണ് എർത്ത്, പിന്നെയാണ് മൂൺ. അത് നോർമലി നമ്മൾ ഈ പറയുന്ന എർത്തിന്റെയും മൂണിന്റെയും സണ്ണിന്റെയും ഒക്കെ സൈസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഉത്തരം എഴുതാം. പക്ഷെ അതെപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള തിയറി അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാവുന്നതാണ്. എപ്പോഴും ഇങ്ങനെ സൈസിന്റെ വേരിയേഷൻ കാണിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ചില സമയം എല്ലാം ഇതുപോലെ നേർരേഖയിലോ ഒരേ സൈസിൽ തന്നിട്ട് അടയാളപ്പെടുത്താൻ പറഞ്ഞാലും നമുക്ക് അറിയണ്ടേ. അപ്പൊ ആ ഒരു മാർഗം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ പ്രസ്താവനയ്ക്ക് ടിക്ക് ചെയ്യുക. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ, ടിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം. അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഇൻ എ ന്യൂ മൂൺ ഡേ മൂൺ ഈസ് നോട്ട് അറ്റ് ഓൾ സീൻ. അല്ലെ, നമ്മുടെ അമാവാസി ദിവസം അല്ലെങ്കിൽ കറുത്തവാന്ന് പറഞ്ഞാല് മൂണ് കാണാൻ പറ്റാത്തൊരു ദിവസമാണ് അല്ലെ. മൂണിന്റെ ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗമാണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ആ സമയം നമുക്ക് മൂണിനെ കാണാനായിട്ട് പറ്റില്ല. സോ ഇതെന്താണ്? ശരിയാണ്. പ്ലാനറ്റ്സ് ആർ ദി ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദി സ്കൈ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല, ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും വലം വെക്കുന്ന ആകാശഗോളങ്ങളാണ്. ഇനി അടുത്തത്: പൗർണമി ദിവസം ചന്ദ്രന്റെ പ്രകാശന ഭാഗം പൂർണ്ണമായി കാണാൻ പറ്റും. അതായത് ഫുൾ മൂൺ ഡേയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളുത്ത വാവില് നമുക്ക് ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദി മൂൺ ഫുള്ളി വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. അത് ശരിയാണ് അല്ലെ. നമുക്കറിയാം കറുത്തവാവ് ദിവസം മൂണിനെ കാണാൻ പറ്റില്ല, വെളുത്തവാവ് ദിവസം നമുക്ക് മൂണിനെ നന്നായിട്ട് കാണാൻ പറ്റും. ഭൂമി സ്വയം കറങ്ങുന്നതാണ് പരിക്രമണം. ദ സ്പിന്നിങ് ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സസ് ഇസ് കോൾഡ് റവല്യൂഷൻ. ശരിയാണോ? സ്പിന്നിങ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തുമായിട്ടാണ് ഓർത്തിരിക്കേണ്ടത്? നമ്മുടെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇനി ഇതേപോലെ അടിപൊളിയായിട്ട് LSS എഴുതണം, അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ എഴുതണം. അപ്പൊ അതിനുവേണ്ടി ഒക്കെ ആയിട്ട് നമ്മുടെ സൈലം നിങ്ങൾക്കായിട്ട് നമ്മുടെ റിവിഷൻ ബാച്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു അവസരമാണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ലൈവ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് ഇനി റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിനി അങ്ങോട്ടേക്ക് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് മിനി മാരത്തോളം, മെഗാ മാരത്തോളം കോണ്ടന്റുകളിലൊക്കെ കാണാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.